എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല, എന്നെ കൊണ്ട് ആർക്കും ഒരു ആവശ്യവുമില്ല, എന്നെ ആർക്കും വേണ്ട എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ് ഇത് കേൾക്കുന്നത്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം എന്നത് മത്തായി സുവിശേഷം 21 അധ്യായമാണ്. ഈ സുവിശേഷത്തിന്റെ ഈ അധ്യായത്തിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു അധ്യായമാണ്. കാരണം 21 അധ്യായത്തിൽ ഫലത്തെക്കുറിച്ചും ഫലം കായ്ക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കർത്താവിന് ഏതൊരാളെയും ആവശ്യമുണ്ടെന്നുള്ളതും യഥാർത്ഥമായി സംസാരിക്കുന്ന ഒരു വചനമാണ് 21 അധ്യായം എന്ന് പറയുന്നത്. 21 അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിട്ടിട്ട് പറയുകയാണ്, അവിടെ നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ, തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. ഇത് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ്. തനിക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഒരു കഴുതയെ ഒരുക്കുകയാണ് ദൈവം, യേശുക്രിസ്തു. അതിൻ്റെ അകത്ത് ഈ തള്ളക്കഴുതയെയും ആ പെൺകഴുതയും അതിന്റെ കുട്ടിയെയും കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ കർത്താവിന് ഇവയും കൊണ്ട് ആവശ്യമുണ്ടെന്ന് ആരെങ്കിലും ചോദ്യം ചെയ്താൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ തൽക്ഷണം അവർ അവയെ വിട്ടയക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന കർത്താവിന്റെ ആവശ്യം സാധിപ്പിക്കുവാനായിട്ട് പോകുന്ന ശിഷ്യന്മാർ അങ്ങനെ കഴുതയുമായിട്ട് വരികയാണ്. അപ്പൊ കഴുതയുടെ ഒരു സ്വഭാവത്തെ കുറിച്ച് നമ്മളെല്ലാം ഒത്തിരി ദൈവദാസന്മാർ ഈ ഭാഗത്തിൽ നിന്ന് പ്രസംഗിച്ച് നാം കേട്ടിട്ടുള്ളതാണ്. എങ്കിലും വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഇത് പറയുമ്പോൾ ആ ഒരു ഇത് തൊടാതെ പോകാൻ പറ്റില്ല. ഈ കഴുതയുടെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം, എപ്പോഴും തല കുമ്പിട്ട് തല കുനിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ് കഴുതയ്ക്കുള്ളത്. എന്നാൽ അങ്ങനെയുള്ളൊരു കഴുതയാണ് യേശു തെരഞ്ഞെടുത്തത്, തന്റെ വാഹനമാക്കുവാനായിട്ട് തെരഞ്ഞെടുത്തത് അങ്ങനെയുള്ള ഒരു കഴുതയാണ്. അതുവരെ തല കുമ്പിട്ട് കുനിഞ്ഞ് പരിഹാസങ്ങളും നെടുവീർപ്പുകളും ഒക്കെ അനുഭവിച്ച് നമ്മളൊരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ തല എപ്പോഴും കുമ്പിട്ടിരിക്കും, അല്ലേ? എപ്പോഴും കുനിഞ്ഞിരിക്കും, തല കുനിഞ്ഞായിരിക്കും നമ്മൾ ആളുകളുടെ മുഖത്ത് നോക്കുന്നത്. കാരണം മറ്റുള്ള പരിഹാസങ്ങളുടെ മുന്നിലും നിന്ദകളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ നമ്മുടെ തല എപ്പോഴും കുമ്പിട്ടായിരിക്കും നാം ഇരിക്കുന്നത്. ഇവിടെ കാണുമ്പോൾ കഴുതയുടെ തല എപ്പോഴും കുമ്പിട്ട് കുനിഞ്ഞായിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു കഴുതയെ തിരഞ്ഞെടുത്ത് കഴുതയുടെ പുറത്ത് വാഹനമേറി യേശുക്രിസ്തു വരുമ്പോൾ ശരിക്കും കഴുതയ്ക്കല്ല ആ മാനം കിട്ടുന്നത് യേശുക്രിസ്തുവിനാണെങ്കിലും കഴുതയുടെ കാല് അതുവരെയും നടന്ന പാതകളെല്ലാം, കഴുതയുടെ കാലുകൾ വെക്കുന്ന എല്ലാ പാതകളും കല്ലും മുള്ളും പാറ കഷ്ണങ്ങളും എപ്പോഴും ചുമടും ചുമന്ന് ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന കഴുത ഇപ്പോൾ യാത്ര ചെയ്യുന്നത് നല്ല വസ്ത്രങ്ങളൊക്കെ നിലത്ത് വിരിച്ച്, നല്ല മരകഷ്ണങ്ങളൊക്കെ നിലത്ത് വിരിച്ച്, ചെടിയുടെയും ചില്ലകളും ഒക്കെ വഴിയിലെല്ലാം വിതറിയിട്ട് അതിന്റെ മുകളിലൂടെയാണ് തന്റെ കാലുകൾ വെക്കുന്നത്. അപ്പോൾ കഴുത ചിന്തിച്ചിട്ടുണ്ടാവും. അതുവരെ നമുക്ക് ആ കഴുതയുടെ ജീവിതത്തിന്റെ മുൻപും പിമ്പും എടുത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന കഴുതയുടെ ജീവിതമല്ല യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി യേശുക്രിസ്തുവിനെ തന്റെ ശരീരത്തിൽ വാഹനമേറ്റി ശരീരത്തിൽ ചുമക്കുവാൻ തുടങ്ങിയപ്പോൾ കഴുതയുടെ ജീവിതം മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു കഴുതയുടെ ജീവിതത്തിൽ അത്രയും മാറ്റം വന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന നിങ്ങളോടാണ് എനിക്ക് ഈ സന്ദേശം പറയുവാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തല കുനിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആരുടെ മുഖത്ത് നോക്കുവാൻ കഴിയാതെ നമുക്ക് എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല, എന്നെ കൊണ്ട് ആർക്കും ഒരു ആവശ്യവുമില്ല, എന്നെ ആർക്കും വേണ്ട എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ് ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് ഈ സന്ദേശം പറയുവാനുള്ളത്. നിങ്ങളെയും കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ഒരു കഴുതയുടെ ജീവിതം മാറ്റിയതുപോലെ കഴുതയേക്കാൾ എത്ര പ്രിയപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും ദൈവത്തിന് മാറ്റുവാൻ കഴിയും. യേശുക്രിസ്തുവിനെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഹൃദയത്തിൽ വഹിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അതിനായി നിങ്ങളെ തന്നെ ഒരുക്കിയെടുക്കാം.